ഫ്രാങ്കിങ് ലെക്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ S3 പേപ്പറാണ്. സോ നമ്മുടെ കോഴ്സ് കോഡ് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, PCCST303 ആണ്. അപ്പം ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡാറ്റ സ്ട്രക്ചർ എന്താണെടാ? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ. ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇതൊക്കെ നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അറേ എന്ന് പറയുന്ന സമയത്ത് ലീനിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് കണക്ട് ചെയ്ത് പോവാണ്. നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ക്യൂ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്ന സമയത്ത് എന്താണെടാ? നമുക്കൊരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് അൽഗോരിതം. അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അറേസ് ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അൽഗോരിതം യൂസ് ചെയ്ത് എങ്ങനെ നമ്മളത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് PCCST303 ആണ്. സോ നമുക്ക് അതിൻ്റെ നമ്മുടെ സി മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. നമ്മുടെ സി മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റിട്ടേൺ ആയിട്ട് നമ്മൾ എഴുതി വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് 60 ആണ്. നമ്മുടെ എക്സാം ഹവേഴ്സ് വന്നിട്ട് 2.5 ഹവേഴ്സിലാണ് നമ്മുടെ എക്സാം വരുന്നത്. ഈ കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് അതൊരു തിയററ്റിക്കലി ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ്സ് പറയുന്നത് 4 ആണ്. അതേപോലെ നമ്മുടെ പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോഡാണ്. ഓക്കെ, സോ ഇനി നമ്മുടെ സി മാർക്കിൻ്റെ സെക്ഷൻ പറഞ്ഞു. സോ സി മാർക്ക് എന്ന് പറയുന്ന സമയത്ത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്കാണ്. സോ നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറ്റൻഡൻസിനാണ് നമുക്ക് 5 മാർക്സ് വരുന്നത്. ഇനി നമ്മുടെ അസൈൻമെന്റ് ആൻഡ് ഇനി പ്രൊജക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർലി സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 മാർക്സ് കിട്ടും. ഇനി നിങ്ങളുടെ ഇന്റേണൽ എക്സാമിനേഷൻ ആണ്. അതായത് നിങ്ങൾ റിട്ടേൺലി നിങ്ങൾക്ക് 2 എക്സാംസ് ഉണ്ടാവും. ഇന്റേണൽ എക്സാംസ് നമുക്ക് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും വരുന്ന 2 എക്സാംസ്. ആ 2 എക്സാമിനും പ്രോപ്പർലി നന്നായിട്ട് പഠിച്ച് നല്ല മാർക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 10 എന്നുള്ള രീതിയിൽ 20 അവിടെ കിട്ടും. അങ്ങനെ ടോട്ടൽ 40 നിങ്ങളെ കയ്യിലുണ്ടാവും. അതായത് പ്രോപ്പർലി ക്ലാസ്സിൽ കറക്റ്റ്ലി പോവുക, അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ എക്സാമിന് നന്നായിട്ട് പഠിച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിരുന്ന എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫേംലി നിങ്ങൾക്ക് ഈ സി മാർക്കായിട്ടുള്ള 40 കൺഫേം ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, അതിന് നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് എ സെക്ഷനും ഉണ്ടാവും, പാർട്ട് ബി സെക്ഷനും ഉണ്ടാവും. ഓക്കെ, പാർട്ട് എ ആൻഡ് പാർട്ട് ബി സെക്ഷനും ഉണ്ടാവും. അതിൽ തന്നെ നമ്മുടെ പാർട്ട് എ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ഉണ്ടാവുക. അതായത് ഇപ്പോൾ നമുക്ക് 4 മൊഡ്യൂളാണ് വരുന്നതെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വീതം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 4 മൊഡ്യൂളിൽ നിന്ന് കൂടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 24 മാർക്സ് നമുക്ക് അവിടെ വരുന്നു. ഓക്കെ, നമ്മുടെ പാർട്ട് ബി നോക്കുകയാണെങ്കിൽ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്കാണ്. നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലേതെങ്കിലും ഒരൊറ്റ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അതുപോലെ ഈച്ച് ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് 3 സബ്ഡിഷൻസ് വരാം മാക്സിമം. സോ അത് എല്ലാം കൂടി വരുന്ന സമയത്ത് നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വീതം അറ്റൻഡ് ചെയ്യുക. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും 4 ക്വസ്റ്റ്യൻസ്, ആ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് 3 സബ് ഡിവിഷൻസ്. അങ്ങനെ നമ്മൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് 36. ഈ 36ഉം ഈ 24ഉം കൂടി ഇൻക്ലൂഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് 16 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി നമ്മുടെ മൊഡ്യൂൾ 1 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാ? ബേസിക് കൺസെപ്റ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. എന്താണ് ഡാറ്റ സ്ട്രക്ചർ? അത് ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ, അതിൻ്റെ ടൈപ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷന്, അതുപോലെ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്, നമ്മുടെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്താണ്, പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ അറേയിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്പാർ മെട്രിക്സ് എന്താണ്, സ്റ്റാക്ക് എന്താണ്, ക്യൂ എന്താണ്, മൾട്ടി സ്റ്റാക്ക് എന്താണ്, നമ്മുടെ സർക്കുലാർ ക്യൂ എന്താണ്, ഡബിൾ എൻഡഡ് ക്യൂ എന്താണ്, അതിൻ്റെ ഇവാലുവേഷൻ, ഇൻഫിക്സ് നമ്മൾ പോസ്റ്റ്ഫിക്സിലേക്ക് എങ്ങനെ മാറ്റുന്നു, അതിൻ്റെ ആ ഒരു പോസ്റ്റ്ഫിക് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മൊഡ്യൂൾ 2 നോക്കുന്ന സമയത്ത് ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. നമ്മുടെ അതിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, സ്റ്റാക്ക് ആൻഡ് ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണ് വരുന്നത്, പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ ഡബ്ലി ലിങ്കിൽ, സർക്കുലാർ ലിങ്കിൽ, അതുപോലെ നമ്മുടെ മെമ്മറി അലോക്കേഷൻ, ബെസ്റ്റ് ഫിറ്റ്, അതുപോലെ ഫസ്റ്റ് ഫിറ്റ്, വേഴ്സ്റ്റ് ഫിറ്റ്, അതിലൊക്കെ നമ്മുടെ ഇതെങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഗ്രാബേജ് കളക്ഷൻ എന്താണ്, അതിൻ്റെ കമ്പാക്ടേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൊഡ്യൂൾ 4 നോക്കാം. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ ട്രീ എന്താണ്, ഗ്രാഫ് എന്താണ്, അതിൻ്റെ സെർച്ചിങ്,
അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ബൈനറി സെർച്ച് അതിൻ്റെ ടൈപ്സ്, ട്രീ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ട്രാവേഴ്സൽ എങ്ങനെയാണ് വരുന്നത്, ഇനി ബൈനറി സെർച്ച് ട്രീ എന്താണ്, ബൈനറി സെർച്ച് ട്രീ ഓപ്പറേഷൻസ് എന്താണ്, ബൈനറി ഹീപ്സ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ, റെപ്രസെൻറ്റേഷൻ, അതേപോലെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും എന്താണ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രാഫ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ സോർട്ടിങ് ആൻഡ് സെർച്ചിങ് ടെക്നിക്കാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അതായത് സെലക്ഷൻ സോർട്ട് എന്താണ്, ഇൻസേർഷൻ സോർട്ട് എന്താണ്, അതുപോലെ ക്വിക്ക് സോർട്ട്, മെർജ് സോർട്ട്, ഹീപ്പ് സോർട്ട്, അതുപോലെ റേഡിയസ് സോർട്ട്, പിന്നെ സെർച്ചിങ് ടെക്നിക്സ് ആയിട്ടുള്ള ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്, ഇനി ഹാഷിങ് എന്താണ്, ഹാഷിങ് ഫങ്ഷൻസ്, മിഡ് സ്ക്വയർ, ഡിവിഷൻ, അങ്ങനെയുള്ള സെക്ഷൻസ് ആണ് നമ്മൾ നമ്മളെ മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നോക്കാം. നമ്മുടെ മൊഡ്യൂൾ 1 ആകുമ്പോൾ ഡാറ്റ സ്റ്റോറേജ്, നമ്മുടെ ഡാറ്റാബേസ്, അതുപോലെ അൺടു ആൻഡ് റീഡു നമ്മുടെ സ്റ്റാക്കിൽ, ഇനി നമ്മുടെ CPU ഷെഡ്യൂളിങ് നമ്മുടെ ക്യൂ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്, ഇനി കാൽക്കുലേറ്റർ ആൻഡ് കമ്പൈലേഴ്സ് നമ്മളെ എക്സിക്യൂഷൻ, എക്സ്പ്രഷൻസ് ഇവാലുവേഷൻ ചെയ്യും, പിന്നെ ഇമേജ് പ്രോസസ്സിങ് ആയത് അറേ അല്ലെങ്കിൽ സ്മാർട്ട് മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഡൈനാമിക്, നമ്മുടെ മൊഡ്യൂൾ 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡൈനാമിക് മെമ്മറി യൂസേജ്, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്, ഇനി മ്യൂസിക് ആൻഡ് പ്ലേലിസ്റ്റ് ആപ്പ് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ കണക്ട് ചെയ്തെടുക്കുകയാണല്ലോ. അതുപോലെ മെമ്മറി അലോക്കേഷൻ ഇൻ OSൻ്റെത്, ഇനി ഗ്രാബേജ് കളക്ഷൻ നമ്മളെ ജാവ ആൻഡ് പൈത്തൺ പോലുള്ള എഫിഷ്യൻറ്റ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആപ്സ്. ഇനി നമ്മളെ മൊഡ്യൂൾ 3 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫയൽ സിസ്റ്റം, നമ്മൾ ഫയൽ നമുക്ക് ട്രീ സ്ട്രക്ചർ ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഡാറ്റാബേസ് ഇൻഡെക്സിങ് നമ്മുടെ BST യൂസ് ചെയ്തിട്ട്, ബൈനറി സെർച്ച് ട്രീ യൂസ് ചെയ്തുകൊണ്ട്. ഇനി പ്രയോറിറ്റിക്ക് നോക്കുകയാണെങ്കിൽ ഹീപ്പിൻ ഷെഡ്യൂളിങ്ങിൽ നമുക്കത് എടുക്കാം. ഇനി നാവിഗേഷൻ സിസ്റ്റം നമ്മൾ ഗ്രാഫ് പോലെ നമുക്ക്, ഇനി നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് റൂട്ടിങ് നമുക്ക് BFS അല്ലെങ്കിൽ DFS എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റൂട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ BFS എന്താണ്, DFS എന്താണെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ ഡാറ്റ സോർട്ടിങ് ഇൻ ഡാറ്റാബേസിൽ നമ്മൾ ആ ഒരു ഡാറ്റ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ ആ ഒരു വാല്യൂ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അല്ലേ, സെർച്ച് എൻജിൻസ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാം എന്നുള്ളത്, കൊമേഴ്സിലെ പ്രൊഡക്റ്റ് നമ്മൾ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹാഷിംഗ് ഇൻ പാസ്വേഡ് സ്റ്റോറേജ് നമ്മൾ ചെയ്യുന്നത്, ഡാറ്റ റിട്രീവൽ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, എന്താണ് അൽഗോരിതംസ് ഒക്കെ നമ്മൾ ഈ മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ സെക്ഷൻസ്. താങ്ക് യു.